بسم الله الرحمن الرحيم والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ഒരു സന്ദർഭത്തിൽ ഈ പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും വലിയൊരു തൗഫീഖ് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിലും ഇതുപോലെ ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ മഹാ അനുഗ്രഹത്താൽ ഈ ഒരു പ്രദേശത്ത് വെളിച്ചമേകാൻ ഇങ്ങനെയൊരു പള്ളി ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നാടിന് ഇതിന്റെ ചുറ്റുഭാഗത്തും വെളിച്ചമേകാനുള്ള ഒരു വലിയ സന്ദർഭമായി അള്ളാഹു ഇതിനെ നമുക്ക് മാറ്റിത്തരുമാറാവട്ടെ. ബന്ധങ്ങളെ കൂട്ടിയിണക്കുക എന്നതാണ് നിങ്ങളുമായി സംസാരിക്കാൻ എനിക്ക് നൽകിയ വിഷയം. അതിൻ്റെ ഒരു ആമുഖം എന്നോണം പറയട്ടെ സഹോദരങ്ങളെ. സ്വഫ് നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മടമ്പുംകാല് പരസ്പരം ചേർത്ത് നിർത്തണം. കാലിന്റെ വിരലല്ല, മടമ്പുംകാല് പരസ്പരം ചേർത്ത് നിർത്തണം. പലപ്പോഴും കാല് ചേർത്ത് നിർത്താന്ന് പറയുമ്പോൾ അങ്ങനെ നിർത്തുക. ഞാനിവിടെ കണ്ടപ്പോ കാലുകൾ പരസ്പരം തട്ടുന്ന പോലും ഇല്ലാത്ത രീതിയിൽ അകലത്തിൽ വെക്കുന്നത് കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വഫുകൾക്കിടയിൽ രണ്ടാളുകൾ തമ്മിലിടയിൽ ഒരു വിടവുണ്ടായാൽ പിശാച് അവിടെ കയറിയിരിക്കുകയും ആ ആളുകൾക്ക് ഇടയിൽ മാനസികമായ അകൽച്ച ഉണ്ടാക്കുകയും ചെയ്യും എന്ന്. അപ്പൊ നമ്മൾ ബന്ധങ്ങൾ കൂട്ടി ഇണക്കാനാണ് തീരുമാനിക്കേണ്ടത്. അത് പരസ്പര ബന്ധമായാലും കുടുംബ ബന്ധമായാലും അയൽപക്ക ബന്ധമായാലും ഏത് ബന്ധമായാലും പരസ്പരം കൂട്ടി ഇണക്കണം. അതിന് നമ്മളായിട്ട് മുൻകൈ എടുക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വഫുകൾക്കിടയിൽ വിടവുണ്ടായാൽ മനസ്സുകൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കും പിശാച് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ നമ്മൾ ഉൾക്കൊള്ളുകയും എന്നിട്ട് ആ അകൽച്ച മാറ്റി പരസ്പരം മടമ്പുംകാല് ചേർത്ത് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യണം. ആ കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ കൊണ്ടു നടക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങൾ എൻ്റെ വിഷയത്തിലേക്ക് ക്ഷണിക്കാൻ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്ത് റഅദിന്റെ 21-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടുള്ളൊരു കൽപ്പനയായിട്ടാണ് പറഞ്ഞത്. വല്ലദീന യസിലൂന മാ അമറല്ലാഹ് അൻ യൂസൽ, നിങ്ങളോട് ചേർക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളെ ചേർക്കണം. അങ്ങനെ ചേർക്കുന്നവരാണ് വിശ്വാസികൾ. വിശ്വാസികളെ സ്വഭാവങ്ങളും അടയാളങ്ങളും പറഞ്ഞെടുത്താണ് അള്ളാഹു പറഞ്ഞത്. വല്ലദീന, അവരെന്ന് വെച്ചാൽ ആരാന്നറിയോ? യസിലൂന മാ അമറല്ലാഹു അൻ യൂസല, ചേർക്കാൻ അള്ളാഹ് കൽപ്പിച്ച ബന്ധങ്ങളെയൊക്കെ ചേർക്കുന്നവരാണ് അവർ. വയഖ്ശൗന റബ്ബഹും, ആ ബന്ധങ്ങളൊക്കെ ചേർക്കാൻ അവർക്ക് പ്രേരണ എന്നറിയോ? വയഖ്ശൗന റബ്ബഹും, അവർക്ക് തങ്ങളുടെ റബ്ബിനെ വല്ലാതെ പേടിയാണ്, വല്ലാതെ ഭയമാണ് റബ്ബിനെ. ആ ഭയം അവർക്ക് ചേർക്കാൻ പറഞ്ഞതൊക്കെ ചേർക്കാൻ പ്രേരണ നൽകുന്നു. മാത്രല്ല വയഖാഫൂന സൂഅൽ ഹിസാബ്, മോശമായൊരു വിചാരണ
അവരെ വന്നെത്തുമോ, അവരെ തേടിയെത്തുമോ എന്നൊരു പേടി. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ അവരാ ബന്ധങ്ങളെയൊക്കെ ചേർക്കുമെന്നാണ് അള്ളാഹു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനയാണത്. ചേർക്കാൻ പറഞ്ഞതൊക്കെ ചേർത്തോളണം. ചേർക്കാൻ പാടില്ലാത്ത, വിട്ടുനിൽക്കേണ്ടതിനൊക്കെ വിട്ടുനിൽക്കണം. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പനയെ മാനിക്കാതെ പോയാൽ അള്ളാഹു നമ്മളുമായുള്ള ബന്ധം വിച്ഛേദിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ചേർക്കാൻ പറഞ്ഞതൊക്കെ ചേർത്തും കൂട്ടി ഇണക്കാൻ പറഞ്ഞതൊക്കെ കൂട്ടി ഇണക്കിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുമ്പോഴേ അവന്റെ വിശാലമായ സ്വർഗം അവൻ നമുക്ക് ഒരൗദാര്യമായിട്ട് നൽകുള്ളൂ. അപ്പൊ അതിന് പ്രിയപ്പെട്ടവരെ, കൂട്ടി ഇണക്കേണ്ടതൊക്കെ കൂട്ടി ഇണക്കണം. ജീവിതത്തിൽ ശിർക്കിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് പിശാച് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. പിശാചിന്റെ രാവും പകലും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ അവൻ നമ്മുടെ പിന്നിൽ നിന്ന് വിളിക്കും, വലിക്കും അങ്ങോട്ടേക്ക്. അവന്റെ സംസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ അവന്റെ പ്രേരണയിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ അവൻ നമ്മൾ മുന്നിൽ നിന്ന് വിളിക്കും. അവിടെ നമ്മൾ നിന്നു കൊടുത്തില്ലെങ്കിൽ വലത്തുനിന്നും ഇടത്തുനിന്നും വലിക്കും. അവിടെ ഒന്നും നമ്മൾ പോയിട്ടില്ലെങ്കിലോ പിന്നെയും ബാക്കിൽ നിന്ന് മുന്നിൽ നിന്ന് വിളിക്കും, പിന്നെ അടുത്തുനിന്ന് വലത്തുനിന്ന് വലിക്കും. അങ്ങനെ ശൈത്താൻ നമ്മളെ അവന്റെ ചതിക്കുഴിയിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകും. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ശിർക്ക് എന്നുള്ളത്. നമ്മളെ കൊണ്ട് വിശ്വാസത്തിലോ ആചാരത്തിലോ ഇബാദത്തുകളിലോ എങ്ങനെയെങ്കിലും ശിർക്കിനെ കയറ്റിയിടാം. എന്നെന്തായി? നമ്മുടെ സകല ഇബാദത്തുകളും പൊളിഞ്ഞ് ഒരാരാധനയും അള്ളാഹു സ്വീകരിക്കപ്പെടാത്ത രീതിയിലേക്ക് മാറ്റപ്പെട്ട് നരകത്തിലേക്ക് നമ്മളെ കൊണ്ട് ഇടും. അതിന് പിശാച് കഠിന പരിശ്രമം നടത്തും. നമ്മൾ ആ ശിർക്കിന്റെ വിഷയത്തില് ഒരിക്കലും നിൽക്കുന്നില്ല എങ്കിൽ അടുത്തത് പിടിക്കുക കുടുംബ ബന്ധത്തിലാണ്. കാരണം എന്താ? കുടുംബ ബന്ധം മുറിച്ചവനുമായി അള്ളാഹുവിനൊരു ബന്ധമില്ല. കുടുംബ ബന്ധം ചേർത്താലേ റബ്ബുമായി ബന്ധം ഉണ്ടാവുള്ളൂ. കുടുംബ ബന്ധം മുറിച്ച ആളുകളെ അള്ളാഹ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതേ അല്ല. അത് അള്ളാഹു കട്ടായം പറഞ്ഞിരിക്കുന്നു. ബന്ധം മുറിച്ചവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ളത്. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർറഹ്മു മുഅല്ലഖതും ബിൽ അർശ്. കുടുംബ ബന്ധം എന്നത് അർശിൽ കൊളത്തി വെച്ചൊരു സാധനമാണ്. അർശുമായിട്ടാ നേരെ ബന്ധം. ആ അർശുമായിട്ടുള്ള ബന്ധം അത് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ ശക്തിയെയാണ് അറിയിക്കുന്നത്. ആ കുടുംബ ബന്ധം അർശുമായി ബന്ധപ്പെടുന്നത് മാത്രമല്ല, അള്ളാഹു സകലമാന സൃഷ്ടികളെയും സൃഷ്ടിച്ച് ഓരോ സൃഷ്ടിയോടും അവയുടെ ആവശ്യങ്ങളും അവക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയും ചെയ്തു. കുടുംബ ബന്ധം പറഞ്ഞെന്തറിയോ? തഖൂലു മൻ വസലനി വസലഹുല്ലാഹ്. അല്ലാഹ് എന്നെ ചേർത്തവനുമായ നീ ബന്ധം ചേർക്കാവും. കണ്ടീഷനാണ്. കുടുംബ ബന്ധത്തിന്റെ അള്ളാഹുവിനോടുള്ള കരാറാണ്. എന്നെ ചേർത്തവനുമായ നീ ബന്ധം ചേർക്കാവൂ. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. അല്ലാഹ് എന്നെ ആര് മുറിച്ചുവോ അള്ളാഹുവേ അവന് നീയും ബന്ധം മുറിക്കണം. അള്ളാഹു അത് ഓക്കെ ആക്കി. അള്ളാഹു ആ കൽപ്പന അല്ലെങ്കിൽ ആ ഒരു അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും അള്ളാഹുമായിട്ടൊരു ബന്ധം നിലനിൽക്കണമെങ്കിൽ കുടുംബ ബന്ധം ചേർത്തേ തീരൂ. കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ബന്ധം മുറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹുമായുള്ള ബന്ധം മുറിയാൻ അത് കാരണമാകും. പിന്നെ നമ്മൾ നമസ്കരിച്ചതോ നമ്മൾ നോമ്പ് നോറ്റതോ നമ്മൾ മറ്റെന്തെങ്കിലും ഇബാദത്ത് ചെയ്തതോ അതൊന്നും അള്ളാഹു സ്വീകരിക്കപ്പെടാതെ പോകും. ഒന്നും കാര്യം ഉണ്ടാവില്ല. അപ്പൊ ആലോചിച്ച് നോക്കൂ, പിന്നെ എന്തിനായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഈ പട്ടിണിയിട്ടത്? നമ്മൾ എന്തിനാ ഓരോ നേരവും വെയിലും ചൂടും കൊണ്ട് ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വരുന്നത്? എന്തിനാ സഹോദരങ്ങളെ?
ബന്ധങ്ങളിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടോ? ഒരു പരിശോധന നടത്തി നോക്കിയ. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും ഒരു വിള്ളൽ വന്നിട്ടുണ്ടോ? എന്തിനാ സാധാരണ ബന്ധങ്ങളിൽ വിള്ളൽ വരാറുള്ളത്? ഓനൊക്കെ മകന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവിടെ മറ്റേത് നടന്നപ്പോ എന്നോട് പറഞ്ഞില്ല, പിന്നെ ആരോ പറഞ്ഞപ്പോ ഒരു പേരിന് അങ്ങനെ അതിന്റെ തലേന്ന് വന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഇന്ന വിഷയം എന്നോട് മാത്രം പറയാതെ എന്നെ അങ്ങോട്ട് പുറത്താക്കി, അതുകൊണ്ട് ഞാനെന്തിന് അവരുമായിട്ടൊരു ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ ബന്ധം മുറിക്കും. സഹോദരങ്ങളെ, ആരെങ്കിലും നമ്മളുമായുള്ള ബന്ധം മുറിച്ചു എങ്കിൽ അവർക്ക് നഷ്ടമായി എന്നല്ലാതെ നമുക്ക് നഷ്ടമില്ല. നമുക്ക് നഷ്ടം വരിക നമ്മൾ അവരുമായുള്ള ബന്ധം മുറിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആര് നമ്മളോട് ബന്ധങ്ങളിൽ അകൽച്ച കാണിച്ചാലും അവരുമായി നമ്മൾ ഒരിക്കലും അകൽച്ച കാണിക്കേണ്ടതില്ല. നമ്മുടേതായ പ്രവർത്തനങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അതിലൊരു വിള്ളലും വീഴ്ത്തരുത്. എൻ്റെ ഒരു കാരണം കൊണ്ട് ആ ഒരു ബന്ധം മുറിയരുത് എന്ന് നിയത്താക്കി വെക്കണം. അങ്ങനെ പോയാൽ അള്ളാഹു നമ്മളുമായുള്ള ബന്ധത്തിൽ ഒരു വിള്ളലില്ലാതെ അള്ളാഹു നമ്മളെ ബന്ധം സ്വീകരിക്കുമെന്നാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലല്ലാഹ്, അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, അന റഹ്മാൻ, ഞാൻ റഹ്മാനാണ്, പരമകാരുണ്യകനാണ്, വഹിയ റഹ്മ, അത് കുടുംബബന്ധാണ്. ഞാൻ റഹ്മാനാണ്, അത് റഹ്മാൻ, കുടുംബ ബന്ധമാണ്. ആ കുടുംബ ബന്ധത്തിന് റഹ്മ് എന്ന പേര് കൊടുത്തത് എന്റെ പേരിന്നാ. എന്റെ പേരിന്നാണ്. വൈകുന്നേരമാണ്, ചിലപ്പോ ഉറക്കൊക്കെ വരും. അപ്പൊ ഒന്നൊന്ന് പിടിച്ചു വെക്കുക സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗത്തിന്റെ കാര്യമാണ്. ഉണ്ടേ ഒരല്പം അങ്ങനെ അങ്ങോട്ട് ഉറക്കത്തിന് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ഊബർ എടുത്തിട്ട് പോയി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞേ അർ റഹ്മാൻ, അതെന്റെ പേരാ. റഹ്മ എന്ന കുടുംബ ബന്ധത്തിനിട്ടത്. ശഖഖ്തു ലഹാ ഇസ്മ മിൻ ഇസ്മി, എന്റെ പേരിന്റെ ആ പേരും ഒന്നാണ്. ശഖഖ്തു എന്ന് പറഞ്ഞാൽ ഏട്ടനെ എനിക്ക് പറയാം, ആങ്ങൾക്കും മങ്ങൾക്കും പറയാം. ഷഖീഖ്, അഖുൻ ഷഖീഖ്, ഉഖ്തുൻ ഷഖീഖ്. ഒരേ ഉമ്മാന്റെ ഒരേ ഉപ്പാന്റെ മക്കൾക്ക് മാത്രമേ പറയുള്ളൂ. രണ്ടുപ്പ ഒരു ഉമ്മ മക്കളായാലും പറയില്ല. ഒരേ ഉമ്മാന്റെ ഒരേ ഉപ്പാന്റെ മക്കളാവുമ്പോ ഷഖീഖ് പറയാം. അതേ വാക്ക് അള്ളാഹ് ഉപയോഗിച്ചത്. ഞാനും കുടുംബ ബന്ധോ ശഖഖ്തു ലഹാ ഇസ്മ മിൻ ഇസ്മി, എന്റെ പേരിൽ നിന്നുള്ള പേരാണത്. അങ്ങനെ ശഖഖത്താണ്, ഒരേ ബന്ധത്തിൽപ്പെട്ടതാണ്. അത്രമാത്രം ചേർച്ചയുണ്ട് അള്ളാഹുവിനോട്. അതുകൊണ്ട് മൻ വസലഹാ വസൽത, അതിനെ ചേർത്താലേ ഞാനുമായിട്ട് ബന്ധം ചേരുള്ളൂ. വമൻ ഖതഅഹാ ബത്ത, ആരെങ്കിലും അത് മുറിച്ചാലോ ബത്ത, ഇല്ല, കഴിഞ്ഞു, അവന്റെ കാര്യം പോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബ ബന്ധം എന്നുള്ളത് ചേർത്ത് നിർത്തേണ്ട വലിയ പ്രാധാന്യമായിട്ട് കണ്ടതാണ്. കാരണം അള്ളാഹുവിന്റെ പേരിനോടാ ചേർത്തത്. അപ്പൊ അതിന്റെ വില എത്രയാ, അതിന്റെ വിശാലത എത്രയാ എന്നത് നമ്മൾ മനസ്സിലാക്കുക. വിട്ടേ. അപ്പോ ആ ഒരു വലിയ ആ ഒരു കാര്യഗൗരവം നമുക്കതിൽ വേണമെന്ന് ഞാൻ പറഞ്ഞത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഖുദ്സിയായ ഹദീസ്, ആ ഹദീസ് ഞങ്ങളെ കേൾപ്പിച്ച സഹോദരങ്ങളെ, നമുക്കതിന്റെ ഗൗരവം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിൽക്കാനാ. ഇല്ലെങ്കിലോ ആ ബന്ധത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ അവിടെ വിഷയം മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജിലല്ലാഹ് ലിസാഹിബി ഹുഖൂഖി ഫിദ് ദുനിയാ മഅ മാ യദ്ഖിറു ലഹു ഫിൽ ആഖിറ മിനൽ ബഗി വ ഖതിഅത്തു റഹിം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ദുനിയാവിൽ വെച്ച് ഒരാൾക്ക് അള്ളാഹു ധൃതി കൂട്ടി ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതാർക്കറിയോ? 2 പേർക്കാ. വേഗം തരും. അതിന് പിന്നെ കാത്തിരിപ്പൊന്നുമില്ല അള്ളാഹ്ക്ക്. സാധാരണ പറയല് വയലിൽ നിന്ന് പണിയെടുത്ത് വരമ്പത്ത് കയറുമ്പോ കൂലി കിട്ടൂന്ന, അത്ര കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് ഇത്. 2 കാര്യം. ഒന്ന് ബഗി, മറ്റൊരാളോട് അക്രമം കാണിക്കുക. അപ്പൊ വേറൊരുത്തൻ നമ്മൾ ആക്രമിക്കാൻ വരും, ഉറപ്പാ. അല്ലെ അവന് വേറെന്തെങ്കിലും ഒന്ന് കിട്ടും. രണ്ടാമത്തത് ഖതിഅത്തുർ റഹ്മാണ്, കുടുംബ ബന്ധ വിച്ഛേദനമാണ്. കുടുംബ ബന്ധ വിച്ഛേദനം നടത്തിയ അത് ഈ ദുനിയാവിൽ തന്നെ അതിന്റെ അനന്തരം കുറച്ച് അനുഭവിപ്പിച്ചിട്ടേ അള്ളാഹ് വിടുള്ളൂ. ആ ഹദീസിന്റെ ആദ്യ ഭാഗം ഒന്നുകൂടി കേട്ടോക്കെ നിങ്ങള്.
പാപങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അജ്ദറു അൻ യുഅജ്ജിലല്ലാഹു ലിസാഹിബിൽ ഉഖൂബത്തി ഫിദ് ദുനിയ മഅ മാ യദ്ഖിറു ലഹു ഫിൽ ആഖിറ. ആഖിറത്തിൽ അവിടെ എന്തായാലും ഉണ്ട്. അതിന് പുറമെ ദുന്യാവിൽ അല്ല ഏതെങ്കിലും ഒരു പാപത്തിന് ധൃതി കൂട്ടി ശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ രണ്ടെണ്ണത്തിനാണ്. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കൂ. ചെയ്യുന്ന കച്ചവടം അങ്ങനെ തന്നെ അങ്ങ് അപ്പാടെ ഇല്ലാതായിപ്പോൻ ചിലപ്പോൾ കാരണമാവും. നല്ല ആരോഗ്യവാൻ ഇടിഞ്ഞ് പൊളിഞ്ഞങ്ങിട്ട് വീണ് കിടപ്പിലാകാന് വലിയ പണിയൊന്നുമില്ല. അത് ഈ കാരണത്താൽ ചിലപ്പോൾ സംഭവിച്ചേക്കും. നല്ല സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, കൊടുന്നനെ ഒരു ചെറിയ അസുഖം വന്നതാ, എല്ലാം കഴിഞ്ഞു, തീർന്നു. നാടില് ആളുകളോട് യാചിക്കേണ്ട അവസ്ഥയിലേക്ക് ചിലപ്പോൾ അള്ളാഹ് എത്തിച്ചേക്കാം. എന്തിന്? ഈ ഒരു കാരണത്താൽ പൊടുന്നനെ തരിക. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തില് നഷ്ടങ്ങളും ലാഭങ്ങളൊക്കെ അള്ളാഹു വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ഒരു തിന്മയാൽ ഒരു നഷ്ടം വരിക എന്ന് പറഞ്ഞാലോ, അത് വല്ലാത്തൊരു പ്രയാസമാണ്. അതിൽ നിന്ന് കരകയറാൻ ചിലപ്പോൾ ഒരു ഭയങ്കരമായ പ്രയാസമായിരിക്കും. അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് കുടുംബ ബന്ധത്തിൽ ഒരു വിച്ഛേദനവും ഇല്ലാതെ ഏറ്റവും നല്ല ചേർച്ചയോടുകൂടി പോകാൻ നമുക്ക് കഴിയണം. നമ്മൾ ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, എന്താണ് ഒരു കുടുംബ ബന്ധം വിച്ഛേദിച്ച നമുക്ക് ലഭിക്കുക? എന്താ അതിലൂടെ ലാഭം? എന്താ? കുറച്ച് സമ്പത്തൊക്കെ നമുക്ക് അങ്ങ് കൂടുമ്പോ, ഞാനൊരു പ്രസംഗമൊന്നും ഇല്ല കേട്ടോ, നമ്മളിങ്ങനെ സംസാരം പോലെയാ. നമുക്കൊരു നോക്കൂ, കുറച്ച് സമ്പത്തൊക്കെ ആളുകൾക്ക് കൂടുമ്പോ പിന്നെ വേണേ അവരൊക്കെ വേണേ ഇങ്ങോട്ട് വന്നോട്ടെ, എനിക്ക് സമയമില്ലല്ലോ എന്ന രീതിയിൽ കുടുംബ ബന്ധം ചേർക്കാനോ, ഒന്ന് ആ വീടുകളിൽ നിന്ന് പോകാനോ, ഒന്ന് അതൊന്നൊരു ബന്ധം ചേർക്കാനോട്ട് നിൽക്കില്ല. എല്ലാവരും വേണേ ഇങ്ങോട്ട് വന്നോട്ടെ എന്നാ. കാരണം എന്താ? എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് പിന്നെ അവരൊന്നും ആവശ്യമില്ല, അവർക്ക് എന്താ ആവശ്യമുണ്ട്, ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. ഈ ഒരു പ്രദേശത്ത് എനിക്ക് തോന്നി ഈ ഒരു വിഷയം തന്നെ പറയേണ്ടതില്ല. കാരണം ഞാൻ ഒരു 5-7 വർഷത്തോളം ജീവിച്ച നാടാ കടവത്തൂർ പ്രദേശം. അവിടുത്തെ കുടുംബ ബന്ധവും ആ ചേർച്ചയും അള്ളാഹു ആ നാട്ടിൽ ഇത്രയും സമ്പത്ത് കൊടുത്തതിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് അനുഭവപ്പെട്ടത്, അത്രയും കാലം ഞാൻ നാട്ടിൽ ജീവിച്ചപ്പോ എനിക്ക് മനസ്സിലായ സഹോദരങ്ങളെ, അവരിലെ ചെറിയ കുട്ടിയെ പോലും അവരുടെ ഉപ്പാന്റെ കുടുംബത്തിലും ഉപ്പാപ്പാന്റെ കുടുംബത്തിലും അവരുപ്പാന്റെ പെങ്ങളുടെ കുടുംബത്തിലും എല്ലാ മക്കളെ പേര് വരെ അറിയും. ഇപ്പൊ എങ്ങനെ നിൽക്കാറിനോട്ടെ, ഞാനവിടെ ജീവിക്കുന്ന കാലത്ത് അതായത് ആദ്യം എന്റെ കുടുംബത്തിന് ഇങ്ങനെ പറഞ്ഞുതരും, അത്ര അറിയാം. ഞാൻ എന്റെ നാട്ടിൽ നോക്കിയിട്ട് കുടുംബത്തിൽ സ്വന്തം ഉപ്പാന്റെ പെങ്ങളെ മക്കളെ കുറിച്ച് അറിയില്ല, അല്ലെ അപ്പുറത്ത് കുറച്ചപ്പുറത്തെ കുടുംബത്തെ കുറിച്ച് അറിയില്ല. പിന്നെ ആ പ്രദേശത്ത് അങ്ങനെയാണ്, എല്ലാ കുറേ ബന്ധങ്ങൾ അറിയാം, മക്കൾക്ക് അറിയുന്നു. അതുകൊണ്ട് ഞായിരിക്കാം സമ്പത്ത് അള്ളാഹു ധാരാളമായി ആ നാടിന് കൊടുത്തത്, ആ പ്രദേശത്തെ ആളുകൾക്ക് നൽകിയത്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, അതൊരു വലിയ കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മൻ സറഹു അൻ യുബ്സത ഫീ റിസ്ഖിഹി വയൻസ അലൈഹി ഫീ അസരിഹി ഫല്യസിൽ റഹിമഹ. മൻ സറഹു അൻ യുബ്സത ഫീ റിസ്ഖിഹി, തന്റെ സമ്പത്തിൽ വിശാലത കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് ആരെങ്കിലും സന്തോഷിപ്പിക്കുമോ? അവന്റെ ഒരു ചോദ്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം. മൻ സറഹു, വല്ല സന്തോഷം ഉണ്ടാവോ ആർക്കെങ്കിലും? തന്റെ വരുമാനത്തിൽ, തന്റെ ജോലിയിൽ, തന്റെ കുടുംബത്തിൽ, തന്റെ ആഹാരത്തിലൊക്കെ ഒരു വിശാലത കിട്ടുക, നല്ലോണം ഇങ്ങ് കിട്ടുന്ന വല്ല ഇഷ്ടമുണ്ടോ? നിങ്ങൾക്ക് സന്തോഷാവോ? ചോദ്യം. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവോ? ആയുസ്സിൽ നല്ലൊരു വിശാലത അല്ലെങ്കിൽ ആയുസ് വർധനവ് ലഭിക്കുക, അത് നിങ്ങൾക്ക് സന്തോഷാവോ? എങ്കിൽ ഫല്യസിൽ റഹിമ, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. കിട്ടണമെങ്കിൽ എന്താ? സമ്പത്തിൽ വർധന ഉണ്ടാവുക കുടുംബബന്ധം ചേർക്കുമ്പോൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കൃത്യമായിട്ടാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അത് നമുക്ക് എപ്പോഴും ഒരു കൃത്യമായൊരു ബോധത്തോടു കൂടി, എന്തിന്? ഇത് അള്ളാഹു എന്നോട് കൽപ്പിച്ച നിർബന്ധ ബാധ്യതയാണ്, ഈ ബാധ്യത ഞാൻ നിർവഹിച്ചേ പറ്റൂ എന്ന ബോധത്തോടു കൂടി ആയിരിക്കണം നമ്മള് ആ ബന്ധങ്ങളൊക്കെ ചേർക്കേണ്ടത്. അതിൽ മുറിവ് പറ്റാതെ ശ്രദ്ധിക്കേണ്ടത്. എന്ത് തരം പ്രകോപനങ്ങൾ അവരിൽ നിന്ന് ഇങ്ങോട്ടുണ്ടായാലും ഞാനായിട്ട് മുറിക്കില്ല എന്ന് പറയേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ്, ഇക്കഴിഞ്ഞ റമദാൻ വരുന്നതിന് മുമ്പ് ശവ്വാലിന്റെ മാസങ്ങളിൽ നമ്മൾ ഈ മിമ്പറിൽ നിന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശവ്വാലിൽ ആ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാനിലെ 15 രാവിലെ ആകാശത്ത് നിങ്ങൾ നോക്കും,
എന്നിട്ട് എല്ലാ അടിമകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. എല്ലാ അടിമകൾക്കും പുറത്തു കൊടുക്കും. ആർക്കല്ലാതെ? ഇല്ലാലി മുശ്രിക്കീൻ ഔ മുശാഹിനിൻ. മുശ്രിക്കിന് അള്ളാഹ് പുറത്തു കൊടുക്കൂല. അത് നമുക്കറിയാലോ അല്ലെ? ശിർക്ക് ചെയ്യുന്നവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കൂല എന്ന് എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം. മുശാഹിന് അള്ളാഹ് പുറത്തു കൊടുക്കൂല. അതായത് മുശാഹിന് മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് വെച്ചിറക്കുന്നവര്, അവർക്ക് അള്ളാഹ് പാപം പുറത്തു കൊടുക്കൂല. നിങ്ങൾ ആലോചിച്ചോക്കെ, ഈ ഭൂമിയിൽ നിന്ന് മരിച്ചിട്ട് നമ്മളങ്ങ് പോകുമ്പോ ഓനോട് ഭയങ്കര വെറുപ്പ്, ഓൻ ശരിയാവൂല, മറ്റോൻ ഓൻ പറ്റൂല, ഇങ്ങനെ ആളുകളോടൊക്കെ അകന്ന് നിന്ന് വിദ്വേഷം വെച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് മരിച്ചു പോകുമ്പോ നമുക്ക് എന്ത് ലാഭാ കിട്ടുക? എന്താ സഹോദരങ്ങളെ ലഭിക്കുക? എന്തെങ്കിലും ആരെങ്കിലും ഇതുവരെ അങ്ങനെ പോയിട്ട് നേടിയിട്ടുണ്ടോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർക്ക് ഉള്ളതും നഷ്ടപ്പെട്ടു എന്നാണ്. അവരതുവരെ ചെയ്ത സകല അമലും അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടാതെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, എന്താ അമൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടും. എല്ലാവരുടെ അമലും ഓരോ ആഴ്ചയും മാസത്തിലും കൊല്ലത്തിലും ഒക്കെ ആയിട്ട് പല നിലക്ക് ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർത്തപ്പെടും. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും ഒക്കെ കൊണ്ടുപോകും. എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ, അള്ളാഹുവെ, ഇന്നാലിന്ന നാട്ടിലെ, ഇന്നാലിന്ന ഉപ്പയുടെ, ഇന്നാലിന്ന മകന്റെ അമലുകളാണിത്, അള്ളാഹ്ക്ക് അറിയില്ലേ? അറിയാം. എന്നാലും അങ്ങനെയാ മലായിക്കത്തുകൾ അതിങ്ങനെ പ്രദർശിപ്പിക്കും. പക്ഷെ ഇവർക്കൊരു കുഴപ്പമുണ്ടല്ല, ഇവൻ ഇന്നാളുമായിട്ട് ദേഷ്യത്തില, ഇവൻ ഇന്നാളുമായിട്ട് വെറുപ്പില്ല, അവൻ ഇന്ന കുടുംബമായിട്ട് വിച്ഛേദിച്ചിട്ടാ, ബന്ധമില്ല, മുറിഞ്ഞിട്ടാ ഉള്ളത്. അപ്പൊ അള്ളാഹു എന്താ പറയാ, മാറ്റിവെക്ക്, അവന്റെ ഒന്നും വേണ്ട ഇങ്ങോട്ട്. അവർ രണ്ടാളും നന്നായിട്ട്, അവർ രണ്ടാളും നല്ല ചേർച്ച വന്നാൽ മാത്രവും കൊണ്ടുവന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. സഹോദരങ്ങളെ, ആ ബന്ധം പുതുക്കുന്നതിന് മുമ്പേ നമ്മുടെ റൂഹിനെ അങ്ങോട്ട് മലക്ക് വന്ന് കൊണ്ടുപോയി നമ്മൾ മരിച്ചു എങ്കിൽ നമ്മുടെ ആ മയ്യത്ത് റബ്ബിന്റെ മുന്നിലേക്ക് ഹാജരാക്കുമ്പോ, റബ്ബെ, ഇവനും വേറൊരുത്തനും തമ്മിൽ തെറ്റായിരുന്നു, അവനെ അങ്ങ് തിരിച്ചു വിട്ടേക്ക് എന്ന് പറഞ്ഞ അള്ളാഹ് അങ്ങോട്ട് ഒഴിവാക്കൂലേ സഹോദരങ്ങളെ? പിന്നെ എന്ത് ലാഭാ നമുക്ക് കിട്ടിയത്? ഒന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമൊന്നുമില്ല. സമ്പത്ത് നമുക്ക് വർദ്ധിക്കും തോറും അങ്ങോട്ട് ബന്ധം ചേർക്കുന്ന അവസ്ഥ കൂടുതലായിട്ടാണ് നമുക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദാനം ചെയ്യുമ്പോ, അല്ല, ആരാ ദാനം ചെയ്യേണ്ടത്? സമ്പത്ത് ഉള്ള ആള്. എന്റെ അടുത്തൊന്നും, എനിക്ക് ആ ദിവസം 1000 രൂപ വരുമാനമുള്ളൂ, എനിക്ക് 2000 ഉണ്ട്, ഓൻ കൊടുക്കട്ടെ എന്നാ? അല്ല, കയ്യോന്നോനൊക്കെ കൊടുക്കണം തന്നെ, അതിൽ കുറവൊന്നുമില്ല. അപ്പൊ ഞാനും നിങ്ങളോട് പറയാണ്, നിങ്ങൾ നല്ല ശീതീകരിച്ച ഈ നല്ല പള്ളിയിൽ അൽഹംദുലില്ലാഹ് നല്ല തണുപ്പിൽ ഇങ്ങനെ നല്ല സുഖത്തിൽ നല്ല കാർപ്പറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഓർക്കുന്നത്, അൽഹംദുലില്ലാഹ് എന്തൊരു സുഖ, എത്ര സമയം ഇങ്ങനെ ഇരിക്കുക ഇവിടെ. എന്റെ നാട്ടിലെ പള്ളിയിലൊന്നൊക്കെ നിങ്ങൾ ആ സാധാ പായിയാണ്, ഷീറ്റാണ്, അപ്പുറത്തും ഷീറ്റ്, ഇപ്പുറത്തും ഷീറ്റ്, അപ്പുറത്തും ഷീറ്റ്, അങ്ങനെ ചൂടും ഇടങ്ങാറായിട്ട് ഇരിക്കുമ്പോ അൽഹംദുലില്ലാഹ് ഇവിടെ ഇങ്ങനെ എന്ത് സുഖ, എന്ത് രസം അങ്ങനെ ഇരിക്കാൻ ഇല്ലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇതിന്റെ സൗകര്യങ്ങൾ ഇനിയും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ സഹോദരങ്ങളെ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കണം, അപ്പൊ ആ ഒരു പള്ളിക്ക് സഹോദരങ്ങൾ ആർക്കെങ്കിലും സംഭാവനയൊക്കെ തരാൻ കഴിയുമെങ്കിൽ ആ പള്ളി നടന്നു പോകുന്നതന്നെ എങ്ങനെയൊക്കെയോ കഷ്ടിച്ചിട്ടാണ്. അതിനൊന്ന് വിശാലാക്കാൻ പോയിട്ട് നടന്നു പോകുന്നതന്നെ വലിയ സങ്കടത്തിലാണ്. അപ്പോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അതിന്റെ നടത്തിപ്പിനോ എന്തെങ്കിലുമൊക്കെ നൽകുകയാണെങ്കിൽ വലിയ ഖൈറാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വതക്കകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സ്ത്രീകൾ കുറെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്, സ്ത്രീകൾക്ക് നൽകാം. ഒരു പള്ളിക്ക് എവിടെയെങ്കിലും അള്ളാഹുവിന്റെ ഭൂമിയിലോ ഏതെങ്കിലുമൊക്കെ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ ഇങ്ങനെ കൊടുത്ത മസ്സറിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ കാണും, അച്ഛനെ ഇതേതാ, ഇത് നീ അന്ന് കൊടുത്ത, അൽഹംദുലില്ലാഹ് അന്ന് കുറച്ചുകൂടി കൊടുക്കായിരുന്നല്ലേ എന്നിങ്ങനെ വിചാരിക്കുന്ന. എല്ലാ സമയവും കൃത്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരം ഉപയോഗിച്ച് പണിയെടുത്ത ഒരു മനുഷ്യനും പരലോകത്തെത്തിയ കുറച്ചുകൂടി ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്ന. അപ്പൊ തീരെ ചെയ്യാത്തവർക്ക് എന്തായിരിക്കും തോന്നുക? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെയൊക്കെ കൂടുതൽ കൂടുതൽ അമല് ചെയ്യാനും സദഖ ചെയ്യാനും ഇബാദത്ത് ചെയ്യാൻ നമ്മുടെ മനസ്സിലും ശരീരത്തിനും അള്ളാഹു താഖത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദാനധർമ്മങ്ങളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, നമ്മളങ്ങ് മരിച്ചങ്ങ് പോയി കഴിയുമ്പോൾ എന്ത് ഗുണം നമുക്ക് ലഭിക്കുക? ഒന്നുമില്ല. അതുകൊണ്ട് ആ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും, ഇപ്പൊ പറഞ്ഞു തന്നത്
ആ സമ്പത്ത് കൂടുന്നതിന് ബന്ധം അങ്ങോട്ട് പോയി ചേർക്കുന്നത് കൂടണം എന്നാ. കാരണം വിശ്വലാശം പറഞ്ഞ എന്താ, നീ ദാനം ചെയ്യുമ്പോൾ നിന്റെ കുടുംബ ബന്ധത്തിൽ ദാനം ചെയ്യൂ. എന്നാൽ എന്തായി, ആ ബന്ധം ചേർക്കലുമായി ദാനധർമ്മമായി, രണ്ടു കൂലി. ബന്ധം ചേർക്കലാണ്, അതോടൊപ്പം നമ്മൾ അങ്ങോട്ട് പോയി അവർക്ക് ദാനം ചെയ്തു എന്നുള്ള ദാനം ചേർക്കലുമായി, രണ്ടു കൂലി. അല്ലെങ്കിൽ വരട്ടെ, ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ വന്നെടുക്കണേ അല്ല, നമ്മൾ അങ്ങോട്ട് പോകാം. അതാണ് അതിൻ്റെ ഒരു ഹൈറ്. അങ്ങനെ ചെയ്യുന്നവർക്ക് രണ്ടു കൂലിയാണ് ഓഫർ. ആലോചിച്ച് നോക്കി. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ബന്ധങ്ങൾ ചേർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. ഏതൊരു സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബികളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? അവിടുന്ന് ചോദിക്കുകയാണ്, ബത്ഹാൻ എന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ആരെങ്കിലും പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് മദീനയുടെ ഒരു താഴ്വരയാണ്. അവിടെ ഇഷ്ടംപോലെ ഒട്ടകങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടകം ഫ്രീ കിട്ടുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് സഹോദരങ്ങളെ, മദീനയിൽ പൊതുവേ ദാരിദ്ര്യമാണ്. മദീന അന്നേയുള്ള സ്വഹാബത്തൊക്കെ ദരിദ്രന്മാരായിരുന്നു അധികവും. മദീനക്കാര് പൊതുവെ കൃഷിപ്പണിയിലൊക്കെ മുഴുകിയിട്ട് സ്വന്തമായിട്ട് തോട്ടങ്ങളിലല്ല, ആരാന്റെ തോട്ടത്തിലൊക്കെ പണിയെടുത്ത് അങ്ങനെ ഇരിക്കുന്നവരായിരുന്നു. അവിടേക്കാണ് ഒന്നുമില്ലാതെ മുഹാജിറുകൾ കയറിപ്പോന്നത്, പൂർണ്ണ ദരിദ്രരായിട്ട്. ആ ഇട്ടെടുത്ത കുപ്പായില്ലാതെ മറ്റൊന്നില്ലാതെ പോകുന്നത്. എന്തായിരിക്കും കഥ? അപ്പൊ അങ്ങനെയുള്ള ഒരു നാടാ മദീന. ഇന്നും അങ്ങനെ തന്നെയാണ്. മദീന എന്ന് തന്നെ അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ല അവിടെ വെച്ചിട്ട്, അല്ലാഹുമ്മ അഹീനി മിസ്കീന വ അമിതിനി മിസ്കീന വ നഹ്ശുറുഹു യൗമൽ ഖിയാമത്തി മിസ്കീന. അല്ലാഹു മിസ്കീനായിട്ട് ജീവിപ്പിച്ചാൽ മതി. അങ്ങനെ ഉള്ളതുകൊണ്ട് ഒപ്പിച്ചിട്ട് അങ്ങനെ മരിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെ ആക്കണേ, പരലോകത്ത് മിസ്കീന്മാരുടെ ഒപ്പാക്കി തരണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്താവട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാടിനെ നീ എന്താണ് അവിടുത്തെ മുദ്ദിനും സായിനും ഒക്കെ അവിടുത്തെ കിട്ടുന്ന വരുമാനങ്ങൾക്ക് നീ ബർക്കത്ത് ചെലുകണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒക്കെ വരുമാനങ്ങളിൽ ബർക്കത്ത് പെരുമാറാവട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചോദിക്കാണ്, ബത്ഹാനിൽ പോയാലേ നിങ്ങൾക്ക് ഒട്ടകം ഫ്രീ കിട്ടും. ഇത് കേട്ട സ്വഹാബത്ത് അപ്പൊ തന്നെ ഓടാൻ കാത്തിക്കാണ്. ബത്ഹാനിൽ പോയി ഒട്ടകം ഫ്രീ കിട്ടുന്ന പോലെ രണ്ടെണ്ണം കിട്ടിയാൽ നിങ്ങളുടെ അവസ്ഥ എന്താന്ന് വെച്ചോ, രണ്ടൊട്ടകം കിട്ടിയാൽ ഈ ദരിദ്രന്മാരായിട്ട് ആ പള്ളിയിൽ 100-150 ആള് ഒന്നുമില്ലാതെ, വീടില്ലാതെ, കുടിയില്ലാതെ, തിന്നാനില്ലാതെ കിടന്നിട്ടുണ്ട്. അവരെ വീട് തന്നെ അതാ, ആരേലും കൊടുക്കുന്ന തിന്ന്, പിന്നെ ഉള്ളേൽ കുറച്ചാൾ പണിക്കും, അവര് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും വീതിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അവർ കഴിഞ്ഞുകൂടി. അസ്ഹാബ് സുഫ്ഫകൾ അങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ട് അവരോടാ ചോദിക്കുന്നത്, ബത്ഹാനിൽ പോയ നിങ്ങൾക്ക് നല്ല ഒട്ടകം കിട്ടും. 2 എണ്ണം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? 3 എണ്ണം കിട്ടിയാലോ? അവരപ്പൊ തന്നെ 3 ഒട്ടകം വീട്ട് ഓടാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ കുറ്റമില്ലാത്ത വലാ ഖതീഹത്തു റഈൻ, കുടുംബബന്ധം മുറിച്ചതിന് അവർക്ക് കിട്ടൂല കേട്ടോ, അവർക്കില്ല. കുടുംബബന്ധം മുറിച്ചാക്കില്ല, പിന്നെ തിന്മ ചെയ്യുന്ന ആൾക്കും ഇല്ല. അവരല്ലാത്തവർ പോയാൽ കിട്ടുന്നല്ലേ, അവർ പോവാൻ നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പിന്നെ പറയാണ്, എന്നാൽ അതിനേക്കാളും ഹൈറായിട്ടുള്ള വേറൊന്നും ഞാൻ പറഞ്ഞു തരാന്നാ. അതെന്താ? നിങ്ങൾ അള്ളാഹിന്റെ പള്ളിക്കുത്തി നിന്ന് 2 ആയത്ത് പഠിച്ചാല് 2 ഒട്ടകം കിട്ടുന്നതിനേക്കാൾ കിട്ടും. 3 എണ്ണം പഠിച്ചാല് അതിനേക്കാൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. മറ്റൊരു ഹദീസിൽ, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ, സുന്നത്തിലാവട്ടെ ഫർളിലാവട്ടെ, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിങ്ങൾ ഒരായത്തോതിയാൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരായത്തോതിയാൽ ഒരൊട്ടകം കിട്ടുന്നതിനേക്കാൾ, 2 ആയത്തോതിയാൽ 2 ഒട്ടകം കിട്ടുന്നതിനേക്കാൾ, 3 ആയത്തോതിയാൽ 3 ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ആട്ടെ. സഹോദരങ്ങൾ, അതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പുണ്യങ്ങളാണ്. മറന്നുപോകരുത്, പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അത് പറയുമ്പോഴും ഖതീഅത്തു റഹീം ഉണ്ടോ എന്നാ പോണ്ടെന്നാ. ഓനിക്കൊന്നും കിട്ടൂല, ഓനിക്ക് ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല, ക്ലാസ്സിൽ ഇരുന്നിട്ടും കാര്യമില്ല, ഒന്നുമില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എല്ലാ വ്യാഴാഴ്ചയും അദ്ദേഹത്തിന്റെ വീട്ടിൽ വിശാലമായ ക്ലാസ് ഉണ്ടാവും. എല്ലാ വ്യാഴാഴ്ചയും വീട്ടില് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലങ്ങൾക്ക് ശേഷം ആളുകളൊക്കെ ഒത്തൊരുമിക്കും. ഒരുപാട് ആളുകൾ ഉണ്ടാവും. അദ്ദേഹം ചോദിക്കും, കുടുംബ ബന്ധം മുറിച്ച് ആരെങ്കിലും ഉണ്ടോ ഇക്കൂട്ടത്തില്? അവരെണീറ്റ് പോണം എന്നൊരു. എന്താ? ഇവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിറങ്ങുന്ന സ്ഥല, അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്നിടത്ത് കുടുംബ ബന്ധം മുറിച്ചവരുണ്ട്, വേ പോയിക്കോ, അള്ളാഹുവിന്റെ റഹ്മത്തിന് മലക്ക് വരൂല. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങൾ, എവിടെയും നഷ്ടമേ ഉള്ളൂ, ലാഭം ഇവിടെ ഇല്ല.
മരിച്ചാലും ലാഭമില്ല, ജീവിക്കുമ്പോഴും ലാഭമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. ബന്ധം മുറിച്ച് അത്ര നഷ്ടം മാത്രം കിട്ടുന്ന എന്തിനാ പണിയെടുക്കാൻ പോകുന്നത്? എന്തിന്റെ കാര്യത്തില്ല സഹോദരങ്ങളെ? ചെറിയ നിസ്സാരമായ കാര്യം, അവൻ വിളിച്ചിട്ടില്ല, അവൻ പറഞ്ഞിട്ടില്ല, അവൻ എന്നെ അങ്ങനെ ഒഴിവാക്കി, എല്ലാരെയും വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ? സ്വത്ത് വീതം വെക്കുമ്പോ ആങ്ങളെയും മങ്ങളെയും തമ്മിൽ തെറ്റി മരിക്കുന്നവരെ മുണ്ടുന്നില്ല. എന്തേ? ഉമ്മാന്റെ സ്വത്ത് വീതം വെച്ചപ്പോ ആ റോഡ് സൈഡിൽ ഓനെടുത്തിട്ട് എനിക്ക് ബാക്കിലുള്ള തന്ന്. അങ്ങനെയാ. അതിൽ കയ്യൂക്കുള്ള ഒരാളുണ്ടാവും, ഓൻ നല്ല എടുത്തിട്ട് ബാക്കി എല്ലാവർക്കും വേറെ കൊടുത്തു. ആയിക്കോട്ടെ സഹോദരങ്ങൾ, അതിനെന്തിനാ ബന്ധം മുറിക്കുന്നത്? വീതം വെച്ചെടുത്ത് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാൻ അള്ളയില്ലേ? ആ റബ്ബുണ്ടായിരിക്ക, പിന്നെ എന്തിനാ ഞാൻ അവിടെ വിചാരണ ചെയ്യാൻ പോകുന്നത്? ഹിസാബ് ചെയ്യേണ്ട, വിചാരണ ചെയ്യേണ്ട ഉത്തരവാദിത്തം അത് എന്റെ മേലാ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് ഓർമ്മപ്പെടുത്തി. പിന്നെന്തിനാ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിന്റെ പേരിലൊന്നും നമ്മൾ ബന്ധം മുറിക്കാൻ പറ്റൂല. ഒരു വിഷയമില്ല ബന്ധം മുറിക്കാൻ. മറ്റെന്ത് പറഞ്ഞാലും ശരി, അതൊന്നും ബന്ധം മുറിക്കാനുള്ള വിഷയമല്ല. അതിനൊക്കെ നമ്മൾ അവന്റെ അത്ര ശക്തി ഇല്ലാത്ത ആളാണോ? അല്ലെ ആങ്ങളയുടെ അത്ര ശക്തി ഇല്ലാത്ത പെങ്ങളാണോ? അല്ലെ മൂത്താളേക്കാൾ അത്ര ശക്തി ഇല്ല മറ്റവനിക്ക്? ആയിക്കോട്ടെ, അവൻ അവിടെ അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ അള്ളയുണ്ടല്ലോ. പിന്നെന്തിനാ പ്രയാസം? ഇവിടെ കിട്ടിയതിനേക്കാൾ ഇരട്ടി തരാൻ അള്ളയില്ലേ നമുക്ക്? അതുകൊണ്ട് അതിന്റെ പേരിലൊന്നും സഹോദരങ്ങളെ അകന്നു നിൽക്കരുത്, ബന്ധം മുറിക്കരുത്. ഇന്ന് തന്നെ ചേർക്കണം എന്തെങ്കിലും ബന്ധങ്ങൾ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഈ നോമ്പ് ബാത്തില എന്ന് വെച്ചാൽ ഈ നോമ്പ് അള്ളാഹ് സ്വീകരിക്കപ്പെടാതെ പോകും, അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടാതെ പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ബന്ധം ചേർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബന്ധം ചേർക്കുന്നതിന് എത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവിടുത്തെ ജീവിതത്തിലേക്ക് ഒന്ന് കയറി നോക്കിയാൽ നമുക്ക് എന്തെല്ലാം കാണാം. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല എന്ന് പറയാ, മക്കാ ദിവസം മക്ക വിജയിച്ചടക്കിയ ഹിജ്റ 8-ാം വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മക്കയിലെത്തിയപ്പോ മഹാനായ അലി റളിയല്ലാഹു തആല ആരാ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപ്പയുടെ സഹോദര പുത്രനാണ്, കസിനാണ് അലി ഇബ്നു അബീ താലിബ്. ആ അലി റളിയല്ലാഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന നടത്തിയപ്പോ അലി റളിയല്ലാഹു അൻഹു പിന്നീട് പറയാണ്, ആ പ്രാർത്ഥന ചുവന്നതും വെളുത്തതുമായ ഒരുപാട് ഒട്ടകത്തെ എനിക്ക് ഒന്നിച്ച് കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹിന്റെ ആ പ്രാർത്ഥന. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. അതെന്താ? അലീനെ റസൂൽ എന്നും കാണുന്നില്ലേ? ശരിയാണ്. പക്ഷെ ആ കുടുംബ ബന്ധം ചേർത്തുകൊണ്ടുള്ളൊരു കൂട്ടിച്ചേർക്കലുണ്ട്, ഒരു കൂട്ടിപ്പിടുത്തുണ്ട്. അലിനെ പോറ്റിയത് റസൂൽ തന്നെയാ. എന്നാലും അതാണ് ചേർത്ത് പിടിച്ചിട്ട് ആ ബന്ധം ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥന നടത്തിയപ്പോ അത് എത്ര ഒട്ടകം, ചുവന്ന ഒട്ടകം, വെളുത്ത ഒട്ടകം, അതൊന്നിച്ച് കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി അത് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മക്ക വിജയ ദിവസം മക്കയിലെത്തിയപ്പോ തന്റെ പിതാവിന്റെ സഹോദര പുത്രന്മാരെ അന്വേഷിച്ചിറങ്ങി. ആരെ? അബൂലഹബിന്റെ മക്കളെ. ആരാ അബൂലഹബ്? തബ്ബത് യദാ അബീ ലഹബിൻ. അബൂലഹബ് നശിച്ചു പോകട്ടെ, അവന്റെ 2 കൈയും നശിക്കട്ടെ എന്ന് ആയത്തിറങ്ങിയപ്പോഴാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ കല്യാണം കഴിച്ചിന് അബൂലഹബിന്റെ മക്കളായിരുന്നു. 2 മക്കളെ, ആ 2 റുഖിയയെയും ഉമ്മു കുൽസൂമിനെയും ആ ആയത്തിറങ്ങിയപ്പോഴാ 2 മക്കളെയും ഒന്നിച്ചു കൊണ്ടാണ്ട് തലാഖിലിട്ട് പ്രവാചകന്റെ വീട്ടിലേക്ക് ഉന്തിയത്. ആലോചിച്ചൊക്കെ ഒരു പിതാവിന്റെ മനസ്സെത്ര പൊട്ടും. 2 പെമ്മക്കളെ ഒരേ ദിവസം കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഒരേലേക്ക് അങ്ങ് തലാഖില്ലി അങ്ങ് വിട്ടേച്ച് പോയാല് ആ അബൂലഹബിന്റെ മക്കളെ തെരഞ്ഞു പോവുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉപ്പാന്റെ സഹോദരന്റെ മക്കളാ, അവരൊന്ന് കാണണം എന്നിട്ട് പോവുക. മുഅ്തബിനെയും ദുർറയെയും തെരഞ്ഞു പോവുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്ബയും മുത്തൈബയുമാണ് മറ്റേ ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങൾ പറഞ്ഞു വന്നത്, എന്നിട്ട് അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മുഅ്തബിനെ ചേർത്ത് ഉപ്പയുടെ സഹോദരന്റെ പുത്രനെ ചേർത്ത് പിടിക്കുക. ആര്? അബൂലഹബിന്റെ മക്കളെ ഉപ്പാന്റെ സഹോദരന്റെ മക്കളാന്ന് പറഞ്ഞിട്ടാ കൂട്ടിച്ചേർത്ത് പിടിക്കുന്നത്. നോക്കൂ, ആ ബന്ധങ്ങള് അവിടെ എത്തിയപ്പോ ഉടനെ ആ ബന്ധം ചേർക്കാനാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിടുക്കം കൂട്ടിയത്. എങ്കിൽ ബന്ധങ്ങൾ ചേർക്കുന്നതിൽ അവിടുന്ന് കാണിച്ച മാതൃക എത്ര വലുതാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിയിലെ
സ്വഹാബിമാരെ എന്ത് ചെയ്തു? ഒരു ഗോത്രക്കാർ പിടിച്ചോണ്ടുപോയി. എന്നിട്ട് മുറിച്ച് മുറിച്ച് കഷ്ണാക്കി തറച്ചിട്ട് കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വിഷമായി. ആ ആളുകൾ പ്രതിയെ പിടിക്കാൻ പോയി. അങ്ങനെ പോയപ്പോ ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും പിടിച്ചോണ്ടാണ് അവര്. വിജാദ് ഗോത്രക്കാര് ആ ഗോത്രത്തിലെ പുരുഷനെയും സ്ത്രീയും കൊണ്ടുവന്നപ്പോ ആ സ്ത്രീ വരുമ്പോ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞങ്ങളുടെ സഹോദരന്റെ സഹോദരിയാണ് എന്നിങ്ങനെ പറഞ്ഞു. ഏത് സഹോദരി? ഒരാളെ പിടിച്ചോണ്ടുപോകുമ്പോ, കുറ്റവാളിയായിട്ട് ഒരാളെ പിടിച്ചോണ്ടുപോകുമ്പോ രക്ഷപ്പെടാൻ എന്തും പറയല്ലോ. അങ്ങനെ പറയുന്നതാണെന്ന് കരുതിയിട്ട് സ്വഹാബിമാർ വലിച്ചയച്ച് കൊണ്ടുവന്നിട്ട് പ്രവാചകന്റെ മുന്നിൽ ഹാജരാക്കി. അപ്പോ ആ വിജാദ് ഗോത്രക്കാരിയായ ഷമീമ എന്ന ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അനഖ്തുക, ഞാൻ നിന്റെ സഹോദരിയാ മുഹമ്മദേ എന്ന് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പൊ അതങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടൂല, അല്ല അവിടെ വെച്ചേക്കല്ലേ എന്നൊന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുടുംബ ബന്ധത്തിന്റെ പേരങ്ങ് കേട്ടപ്പോ പ്രവാചകൻ തിടുക്കത്തോട് ചോദിച്ചു, എങ്ങനെയാ നീ എന്റെ സഹോദരിയാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പെണ്ണ് പറഞ്ഞു, മുഹമ്മദേ, നീ സഅദിയ ഗോത്രക്കാരിയായ ഹലീമയുടെ പാല് കുടിച്ചിട്ടില്ലേ? ഞാനും അവിടെ ഉണ്ടായിരുന്നു പാല് കുടിക്കാൻ. അവരുടെ പാല് കുടിച്ച് വളർന്ന ആളാണ് ഞാന്. നീയും അതാണ്. നീ അവിടെ കൊണ്ടുവരുമ്പോ ഞാൻ അവിടെ കുറച്ച് വലുതായിട്ടേ ഉണ്ടായിരുന്നത്. നീ കരയുമ്പോ ഞാൻ നിന്നെ തട്ടി നടക്കാറുണ്ടായിരുന്നു. ഞാൻ നിന്നെ തട്ടി നടക്കുമ്പോ നീ കടിച്ച സ്ഥലം കണ്ട എന്ന് പറഞ്ഞ് ഈ പെരടിയുടെ ഈ ഭാഗത്ത് ആ സ്ത്രീ അടയാളം കാണിച്ചു കൊടുക്കുന്നത്, അവിടെ കടിച്ചു നീ എൻ്റെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അക്രമിയാണെന്ന പേരിൽ പിടിച്ചോണ്ടാന്ന സ്ത്രീയാ. പക്ഷെ അവരുടെ രണ്ട് കൈയുടെയും ഇവിടേക്ക് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തോളിലുള്ള തട്ടത്തെ നിലത്ത് വിരിച്ച് നോക്കൂ. തന്റെ തോളിൽ നിന്നുണ്ടാവുന്ന തട്ടെടുത്തിട്ട് അത് നിലത്ത് വിരിച്ചിട്ട് ആ വിരിച്ച വിരിപ്പിലേക്ക് അവരുടെ രണ്ട് കൈയും പിടിച്ചിട്ട് അവിടെ ഇരിക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് ചേർന്ന് അവിടെ ഇരുന്നു. കണ്ടോ, മുലകുടി ബന്ധത്തിൽ ഒരു സഹോദരിയെ കിട്ടിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറുന്ന ഒരു കാഴ്ച. അവിടെ ഇരുത്തിയിട്ട് കുറെ സ്വകാര്യം പറയാണ്, സംസാരിക്കുകയാണ്, ചോദിക്കുകയാണ്, നിനക്ക് എന്റെ കൂടെ ഇവിടെ നിന്നൂടെ? എന്റെ കൂടെ താമസിച്ചൂടെ? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം അല്ലാത്തവരെ കണ്ടപ്പോ പോലും, തന്റെ മുലകൂടി ബന്ധത്തിലെ ആ ശമീമയെ കണ്ടപ്പോ പോലും, എന്നിട്ട് പോലും അവിടെ ഇരുത്തിയിട്ട് തൊട്ടടുത്തിരിക്കുകയാണ്, സഹോദരിയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷെ അവർ ഇസ്ലാം സ്വീകരിക്കാതെ അവരെ തിരിച്ചു അയക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. എന്താവട്ടെ സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു ബന്ധം കണ്ടപ്പോ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബന്ധത്തെ ലാളിച്ചത്, ആ ബന്ധത്തെ ഏറ്റത് എത്ര മഹത്തരമായിട്ടാണ്, എത്രമാത്രം പ്രാധാന്യത്തോടെ ശ്രദ്ധയോടെ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ പറയുക, നമ്മള് ബന്ധങ്ങൾ പറയും ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കളുമായിട്ടാണല്ലോ. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും അലച്ചിൽ വന്നാൽ പിന്നെ നമ്മൾ വേറെ ഏത് ബന്ധങ്ങൾ ചേർത്തിട്ട് കാര്യമില്ലല്ലോ. കാരണം നമുക്കുണ്ടായ ബന്ധങ്ങളെല്ലാം ആ ബന്ധങ്ങളിൽ നിന്നാണ്, ആ മാതാപിതാക്കളുടെ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവരില്ലായിരുന്നെങ്കിൽ നമ്മളില്ലല്ലോ. അവരുള്ളത് കൊണ്ടായിരുന്നല്ലോ നമ്മൾ ഉണ്ടായത്, നമുക്ക് ബന്ധങ്ങൾ ഉണ്ടായത്. ആ മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ ഒരു തരത്തിലുള്ള ഒലച്ചിൽ വരാൻ പാടില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ, അല്ലെ, നമ്മളിപ്പോ വായിക്കുന്നത് ഏറ്റവും അതാണ്, മാതാവിനെ പെറ്റുപോറ്റി വളർത്തിയ മാതാവിന്റെ തലക്ക് മുട്ടി കൊണ്ടിടിച്ച് പൊളിക്കുന്നു, മയക്കുമരുന്ന് കൊടുക്കുന്നു, അപ്പുറത്തുനിന്ന് കൊടുവാള് കൊണ്ടുവന്നിട്ട് വെട്ടി പൊളിക്കുന്നു. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോ എന്ത് പറ്റി സമുദായത്തിന്, അല്ലെ? ഈ ചെയ്തതെല്ലാം സമുദായമാണ്. ഈ സമുദായത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് കേട്ട് വളർന്ന ഈ സമുദായത്തിൽ അംഗങ്ങളാണെന്ന് പറയുമ്പോ എത്രമാത്രം അതിന് ഗൗരവമുണ്ട്. ഈ സമുദായം എത്രമാത്രം അതിന് ഗൗരവം കാണണം, എത്രമാത്രം ചർച്ച ചെയ്യപ്പെടണത് സമുദായത്തിൽ. മാതാപിതാക്കൾക്ക് ഇത്രമാത്രം സ്ഥാനം നൽകുന്ന ഒരു മതത്തിന്റെ അനുയായികളാ ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്, ഈ അക്രമങ്ങൾ നടത്തുന്നത്. സ്വന്തം പെറ്റുപോറ്റി വളർത്തിയ ആ ഉപ്പയെ തല്ലിക്കൊല്ലുന്നു, മുടി പിടിച്ച് നിലത്തേക്ക് വലിച്ചിഴക്കുമ്പോ. സഹോദരങ്ങളെ, ഒരു ക്യാമ്പിൽ പങ്കെടുത്തപ്പോ ഒരു വ്യക്തി ഒരിക്കൽ പറയുകയുണ്ടായി, ഞാനിങ്ങനെ മദ്യപിക്കുന്ന ആളായിരുന്നു, മുസ്ലിം അല്ലാത്തൊരു അമുസ്ലിം ആയിരുന്ന വ്യക്തി, മദ്യപിക്കുന്ന ആളായിരുന്നു.
എപ്പോഴും മാതാവിന്റെ തലക്ക് മുടിക്ക് പിടിച്ച് നിലത്ത് കുത്തി ഉപദ്രവിച്ച് അവരുടെ കയ്യിലുള്ള പൈസ വാങ്ങിക്കൊണ്ട് വന്നിട്ട് മദ്യപിക്കുമായിരുന്നു ഞാൻ. അങ്ങനെ ഒരിക്കൽ മദ്യപിച്ച് ചായമക്കാനിയിൽ, നാട്ടുംപുറത്തെ ചായമക്കാനിന്റെ ഡെസ്കിൽ തലയും വെച്ച് ഞാൻ കടന്നു. അങ്ങനെ എനിക്ക് എന്റെ മത്തിങ്ങനെ നീങ്ങി കുറഞ്ഞുകൊണ്ടിരിക്കെ ആ ടേബിളിൽ കണ്ടൊരു പേപ്പർ എടുത്തിട്ട് ഞാനിങ്ങനെ വായിച്ചു. ഏതാണ് ആ പേപ്പർ? ലഘുലേഖ വിതരണത്തിനിറങ്ങിയ അന്നത്തെ യൂത്തിന്റെ ആ കുട്ടികള് അവര് കണ്ടിടത്തെല്ലാം ഇട്ടേച്ച് ആളുകളുടെ കയ്യിൽ കൊടുത്തു പോയ ലഘുലേഖയായിരുന്നു. ആ ലഘുലേഖയില് ഞാനിങ്ങനെ എന്റെ മത്തിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ ഒരല്പബോധത്തിൽ ഞാനിങ്ങനെ വായിച്ചു വരുമ്പോ അതിലൊരായത്ത്, നീ നിന്റെ മാതാവിനോട് എന്ന് പോലും പറയരുത് എന്ന്. അവരിങ്ങനെ വീണ്ടും വീണ്ടും ഞാനിങ്ങനെ മത്തിന്റെ ലഹരിയിലിരിക്കെ വീണ്ടും ഞാൻ വായിച്ചു അത്. പക്ഷേ എനിക്കത് മാറുന്നില്ല. ഞാനത് മടക്കി കീശയിലിട്ടു. എന്നിട്ട് പോയി കുളിച്ച് വൃത്തിയായി ഞാൻ എന്റെ ബോധത്തിൽ ഞാനത് വായിച്ചു. ഞാനിങ്ങനെ ആലോചിച്ചു, ഇതേതാണിത് എന്നറിഞ്ഞ് അതിന്റെ താഴെയുള്ള അഡ്രസ്സിൽ ബന്ധപ്പെട്ട് യൂത്തിന്റെ ഓഫീസിലേക്ക് എത്തി. അവിടുന്ന് ഈ മാതാവിനോട് ചേർന്ന് പോലും പറയരുതെന്ന് പറയുമ്പോ ഇതെത്രമാത്രം ഇതിനൊരു വിലയുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ഞാൻ എന്റെ അമ്മയുടെ മുടിക്കുത്ത് പിടിച്ച് നിലത്ത് കടത്തി ഞാൻ എന്റെ അമ്മയുടെ അരയിൽ നിന്ന് പൈസ എടുത്ത ആളാണ്. അതുകൊണ്ട് എനിക്കത് പോരാ, എനിക്ക് മാറണം. എന്ത് ചെയ്യണം ഞാൻ എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടി വന്ന യുവാവ് നോക്കൂ, അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്ത് കണ്ടിട്ട് മദ്യലഹരിയിൽ പോലും ആ ആയത്തുള്ളിലേക്ക് കയറാണ് സഹോദരങ്ങളെ. അങ്ങനെ മാതാവിനെ വില അറിഞ്ഞ് മാതാവിനോട് അങ്ങനെ ചെയ്താലുള്ള ദോഷം അറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചു അവൻ. പക്ഷെ അവന്റെ ഇസ്ലാം അവൻ രഹസ്യമാക്കി വെച്ചു. വീട്ടിൽ അവൻ അറിയിച്ചിട്ടില്ല, വീട്ടിലവരാരും മുന്നിലേക്ക് പ്രദർശിപ്പിച്ചിട്ടില്ല. അങ്ങനെ മാതാവ് ഇങ്ങനെ നോക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ എന്റെ മുടിക്കുത്ത് പിടിച്ചവൻ ഇന്ന് എന്നെ വളരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, എന്നോട് വളരെ സംസാരം ലഘുവായിട്ട് ഒച്ച കുറച്ച് ലാളിത്യത്തോടെ സംസാരിക്കുന്നു. എന്തു പറ്റി എന്റെ മോന്? ആരാണ് എന്റെ മോനെ ഇങ്ങനെ നന്നാക്കിയത്? അങ്ങനെ മകന്റെ പിന്നാലെ കൂടി മകനോട് ചോദിച്ചപ്പോ മകൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു അതാണെന്ന് പറഞ്ഞപ്പോ ആ അമ്മ പറഞ്ഞു, ഇന്നലെ വരെ മകനെ അറിഞ്ഞ ആ അമ്മ ഇന്ന് മകനെ കാണുന്നത് മറ്റൊരു അവസ്ഥയിലായപ്പോ ആ അവസ്ഥയിലേക്ക് എന്റെ മകനെ മാറ്റിയ ആ ഇസ്ലാം പിന്നെ എന്തിനാ ഞാൻ ഒഴിവാക്കുന്നെന്ന് പറഞ്ഞ് ആ അമ്മ ഇസ്ലാം സ്വീകരിച്ചു. സുബ്ഹാനല്ലാഹ്. അത് കണ്ട അവന്റെ അച്ഛനും ഇസ്ലാം സ്വീകരിക്കുന്നു. നോക്കൂ, എന്റെ മകനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നന്നാക്കാൻ പറ്റുന്നത് ഇസ്ലാമിനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് ആ കുടുംബങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് വന്ന കഥ നമ്മുടെ കേരളത്തിൽ പോലും നമ്മൾ കണ്ടതാ. എന്നിട്ട് ആ മതത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ മക്കളാണിന്ന് ആ മാതാപിതാക്കളെ കൊന്നുകൊണ്ടിരിക്കുന്നത്, തലക്കടിച്ചുകൊണ്ടിരിക്കുന്നത്, കഴുത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്നത് പറയുമ്പോ തീർച്ചയായിട്ടും സഹോദരങ്ങളെ തലമുറയെ സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ തലമുറയെ ഒന്നുകൂടി നടച്ച് വാർക്കേണ്ടുന്ന, അവരെ പഠിപ്പിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളെ, ആ കുടുംബ ബന്ധത്തിൽ എല്ലാ ബന്ധങ്ങൾക്കും കാരണമായ മാതാപിതാക്കളെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മാതാവ് പറയാണ്, എന്റെ മകള് ഞാനും ഒന്നിച്ചായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് എന്റെ വീട്ടിൽ. അങ്ങനെ മകൾക്ക് വേറെ വീട് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ആ മകളുടെ വീട് പൂർത്തിയായതൊന്നും എനിക്കറിയില്ല. അങ്ങനെ പ്രായമായ ആ മാതാവ് പറയാ, കരഞ്ഞുകൊണ്ടേയിരിക്ക. ആ കരച്ചിൽ അവൻ പറയുന്നത് എന്താ അറിയോ? അവള് വീടെടുത്തിട്ട് എന്റെ വീട്ടിലെ സാധനം മുഴുവൻ അവള് കടത്തിക്കൊണ്ടുപോവാ. ഞാൻ ചോദിച്ചു, ഇതെല്ലാം ഇവിടത്തേക്കാ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞപ്പോഴാ എന്നോട് പറയും, നാളെ എന്റെ വീട്ടിൽ കൂടല്. നാളെ എന്റെ വീട്ടിൽ കൂടല് ഉമ്മാനോട് പറയാം. എല്ലാം കടത്തിക്കൊണ്ടുപോയി. മോനെ, ഒന്നുമില്ല, എന്റെ വീട്ടിലൊരു ചായ ഉണ്ടാക്കാൻ പാത്രം വരെ വെച്ചിട്ടില്ല. ഞാൻ എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് ചായ ഉണ്ടാക്കാൻ ഒരു പാത്രം വാങ്ങിക്കൊണ്ടുവന്നത് എന്ന് പറയുമ്പോ മാതാവിനോടുള്ള ബന്ധം എത്രമാത്രം മോശമായി പോരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സിലിരിക്കേണ്ടതുണ്ട്. എത്രമാത്രം മോശമായിട്ടാണ് നമ്മുടെ തലമുറ അല്ലെങ്കിൽ മക്കള് എന്നറിയപ്പെടുന്നവർ ഇങ്ങനെ പെരുമാറുന്നത്. എല്ലാവരും അല്ല, പക്ഷേ ഈ മതത്തെ പോലും പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഇസ്ലാം എന്ന ഈ വലിയ മതത്തെ പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും ഇത്തരം ആളുകളുടെ പ്രവൃത്തികൾ എത്തുന്നുണ്ടെങ്കിൽ അതിന് നമ്മള്
വലിയ ഗൗരവത്തിൽ തന്നെ അത് കാണേണ്ടതുണ്ട് എന്നാണ്. മഹാനായ അയാസ് ഇബ്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇങ്ങനെ കരയുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചു. മരിച്ച സമയത്ത് അയാസ് ഇങ്ങനെ കരയുമ്പോ ആളുകൾ ചോദിച്ചു, എന്തിനാ അയാസ് ഇങ്ങനെ കരയുന്നത്? എന്തെങ്ങനെ കരയുന്നത്? ഉമ്മ മരിച്ചു, ശരിയാ, ഇങ്ങനെ കരഞ്ഞിട്ടെന്താ? കരഞ്ഞോണ്ട് ഉമ്മ തിരിച്ചൊന്നും വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞവർ സമാധാനിപ്പിക്കാൻ നോക്കിയപ്പോ അയാസ് ഇബ്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെന്തറിയോ? കാനലി ബാബാൻ മഫ്തൂഹാനി ലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോവാൻ എനിക്ക് 2 വാതിലുകൾ ഉണ്ടായിരുന്നു. 2 വാതിലുണ്ടായിരുന്നു എനിക്ക് സ്വർഗത്തിൽ പോകാൻ. ഇതാ അഹദുഹുമാ, ആ വാതിൽ ഒന്ന് അടഞ്ഞു പോയില്ലേ, ഇനി എനിക്ക് എങ്ങനെ ആ വാതിൽ തുറന്നിട്ടില്ലല്ലോ എന്നതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ മുൻഗാമികള് അവർക്ക് നൽകിയ ആ വലിയ സ്ഥാനവും മാനവും എത്രയായിരുന്നു എന്ന മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, ഉമ്മയോട് പെരുമാറുന്നത് എങ്ങനെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഉമ്മാന്റെ ചെരുപ്പിനോട് പോലും അനാദരവായിട്ട് കാണരുതെന്ന, ഉമ്മ ചവിട്ടുന്ന ചെരുപ്പിനെ പോലും അനാദരിക്കരുത് എന്ന മറുപടി കൊടുക്കുന്ന മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹിമഹുള്ളയെ നമ്മൾ കാണുമ്പോ അവരൊക്കെ എത്രമാത്രം മാതാപിതാക്കളെ, അതെ സഹാബത്ത് പറഞ്ഞില്ലേ, ഉമ്മ എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ, എന്റെ മാതാവ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോ ഞാനത് കേട്ടിട്ടില്ല, എനിക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ഉമ്മാനോട് ആന്ന് പറയും. എന്നിട്ട് അടുത്തുള്ളവരോട് ചോദിക്കും, ഉമ്മ എന്താ പറഞ്ഞേ? അത്ര പോലും ഞങ്ങൾ ഉമ്മയെ കൊണ്ട് 2ാമത് പറയിപ്പിക്കില്ലായിരുന്നു. അത് കുറ്റായിട്ടാണ് ഞങ്ങൾ കണ്ടത്. സുബ്ഹാനല്ലാഹ്. അവര് പോയതിന്റെ ബേക്കിൽ തന്നെ സ്വർഗത്തിൽ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നല്ലേ? അവരെ ബേക്കിൽ തന്നെ സ്വർഗത്തിൽ പോകാനല്ലേ പോകുന്നത്? അള്ളാഹു നമ്മെ എല്ലാവരെയും ഏറ്റവും നല്ല കുടുംബ ബന്ധം പുലർത്തുന്ന മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കി മാറ്റി തരുമാറാവട്ടെ. അങ്ങനെ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു തരുകയും ചെയ്യും. സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയാലോ, ലുക്മാൻ, സൂറത്തുൽ ലുക്മാൻ എന്നൊരു അധ്യായം ഉണ്ടല്ലോ. ആ അധ്യായത്തിൽ അദ്ദേഹം മകന് കൊടുത്ത വസിയത്തിനെയാണ് അള്ളാഹു ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് കൊടുക്കുന്നത്. ആ വസിയത്തിന്റെ കൂട്ടത്തിൽ ചിലത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ കാണാം, ലാ തുസാഇബ് ഹഖോ, കുടുംബ ബന്ധം മുറിച്ച മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ആളുകളുമായിട്ട് മോനെ നീ കൂട്ടുകൂടരുത് കേട്ടോ. ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുത്ത വസിയത്ത അതിൽ പറയുന്നുണ്ട്, കുടുംബ ബന്ധം മുറിച്ചവരുമായി അവരെ കൂട്ടുകാരാക്കരുത്, അവരുമായിട്ട് ഒരു കൂട്ടുണ്ടാവരുത്. കാരണം മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ, അവരുടെ മകന് കൊടുക്കുന്ന ഒരു വസിയത്തും കാണാം ചരിത്രത്തിൽ. എന്തറിയോ? അവര് പറയുന്നുണ്ട്, മോനെ കുടുംബ ബന്ധം മുറിച്ചവനുമായി മോന് കൂട്ടുകൂടരുത് കേട്ടോ. കാരണം ഖുർആനിൽ 3 സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കുടുംബ ബന്ധം മുറിച്ചവർ അല്ലാഹുവിന്റെ ശാപം ലഭിക്കുന്നവരാണ് എന്ന്. ഖുർആനിൽ 3 സ്ഥലത്തുണ്ട് അള്ളാന്റെ ശാപം കുടുംബ ബന്ധം മുറിച്ചവർക്ക് കിട്ടും. അപ്പൊ കുടുംബ ബന്ധം മുറിച്ചവനുമായിട്ട് മോന് ബന്ധം പോയാ അള്ളാന്റെ ശാപം കിട്ടും. അതുകൊണ്ട് അത്ര ശാപം കിട്ടിയവരുമായിട്ട് നീ ബന്ധപ്പെടരുത് കേട്ടോ എന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി മകന് പറഞ്ഞു കൊടുക്കുന്ന വസിയത്ത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് 5ാം ഖലീഫ എന്നറിയപ്പെട്ട അദ്ദേഹം തന്റെ മകൻ മഹ്റാനോട് പറയാണ്, ലാ തുസാഇബ് അഖാ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരുമായിട്ട് നീ കൂട്ടുകൂടരുത് കേട്ടോ. അങ്ങനെയുള്ള കൂട്ടുകൂടരുത്. ഫഇന്നഹു ലൻ യഖ്ബിലുക വഖദ അഖ വാലിദൈ, ഫഇന്നഹു ലൻ യഖ്ബിലുക, നീ സ്വീകരിക്കപ്പെടാതെ പോകട്ടോ. ഒന്നും സ്വീകരിക്കൂല. പിന്നെ അത്തരം ആളുകളെ കൂട്ടുകാരാക്കരുത്. കൂട്ടുകാരാക്കിയ നമ്മളും എന്തായി പോവും? അതേ രൂപത്തിലേക്ക് എത്തും. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ പറയാണ്, എന്റെ മോന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ അപ്പുറത്തൊരു വീട്ടില് കുറച്ച് പുതിയ താമസക്കാര് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടികളുമായിട്ട് കൂട്ടുകൂടാൻ തുടങ്ങിയതിന്റെ ശേഷം കുറെ ദുസ്വഭാവങ്ങൾ തുടങ്ങി. ഞാൻ എന്നിട്ട് നോക്കിയപ്പോ അവരുടെ വീട്ടിലൊക്കെ ഭയങ്കര റോങ്ങാണ്. മൊബൈലുണ്ട്, കളിയും, ഭയങ്കര റോങ് സ്വഭാവം പെട്ടെന്ന് പകരും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരം ആളുകളായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മൾക്ക് പറ്റില്ല എന്നാ. ഇന്നലെ 2 കുട്ടികൾ ഒളിച്ചോടിയില്ലല്ലേ? 2 മുസ്ലിം പെൺകുട്ടികൾ ബോംബെ പോയിട്ട് പോലീസ് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടില്ലേ?
എങ്ങനെ? ഒരു തെറ്റായ കൂട്ടുബന്ധത്തിലേക്ക് എത്തി. ഒരു തെറ്റായ കൂട്ടുബന്ധത്തിലേക്ക് എത്തിയതാണ് ഇതിന് കാരണമായത്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒറ്റൊരായത്ത് മാത്രം കേൾപ്പിച്ചിട്ട് എന്റെ ഈ സംസാരം നിർത്താൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, അതേപോലെ തന്നെ കുടുംബബന്ധം മുറിക്കുന്ന ഇത്തരത്തിലുള്ള നിങ്ങൾ നിർത്തുന്നില്ലേന്ന ഇല്ലേ? ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അക്കൂട്ടർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. ആ ശാപം നമ്മുടെ തലയിലേക്ക് വന്ന് വീണാലെന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാന്റെ ശാപം നമ്മുടെ തലയിലേക്ക് വന്ന് വീഴ ഈ ഒരു കാരണത്താൽ ഒരു ലാഭവും ഇല്ലാത്ത വിഷയം, നഷ്ടം മാത്രമുള്ളത്. അതോടൊപ്പം സഹോദരങ്ങളെ, അയൽവാസികളുമായുള്ള ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാക്കരുത് കേട്ടോ. ബന്ധങ്ങളെ കുട്ടിയിണക്കാൻ അയൽവാസികളുമായുള്ള ബന്ധത്തിൽ ഒറ്റൊരു ഹദീസ് മാത്രം പറഞ്ഞിട്ട് ആവശ്യം നിർത്തുകയാണ്. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയാണ്, ഒരിക്കൽ കരഞ്ഞോണ്ട് പറയാണ്, പ്രവാചകനെ കരയിപ്പിച്ചു. റസൂലുള്ളാഹി അള്ളാഹു പരലോകത്ത് നടക്കാൻ പോകുന്ന ഒരു വിഷയം പറഞ്ഞതാ. പ്രവാചകൻ അത് പറഞ്ഞുകൊണ്ട് കരയാണ്. എന്താ പറഞ്ഞത്? പരലോകത്ത് ഒരാളെ വിചാരണ ചെയ്യുമ്പോ അയാൾ അയൽവാസിയെ കൊണ്ടുവരും. എന്നെ വിചാരണ ചെയ്യുമ്പോൾ എന്റെ അയൽവാസിയെ മുന്നിൽ കൊണ്ട നിർത്തും. എന്നിട്ട് അയൽവാസിയോട് ചോദിക്കും, ഇയാളെങ്ങനെ സ്കാരവും നോമ്പൊക്കെ ഉണ്ട്, നിങ്ങളുമായിട്ട് എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോ ചിലർക്ക് നേരെ അയൽവാസികൾ വയൽ ചൂണ്ടിയിട്ട് റബ്ബിനോട് പറയും, അല്ലാഹ് ഇവനോട് ചോദിക്ക് റബ്ബേ, ഇവൻ എന്തിനാ എനിക്ക് നേരെ വാതിലടച്ചത് എന്ന്, എനിക്ക് നേരെ എന്തിനാ ഇവൻ വാതിലടച്ചത് എന്ന് ഇവനോട് ചോദിക്ക് റബ്ബേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ അയൽവാസിക്കെതിരെ പരാതി കൊടുക്കുന്ന രംഗുണ്ട്. എന്തിനാ റസൂലുള്ള കരഞ്ഞത്? അള്ളാന്റെ റസൂൽ എന്തിനാ കരഞ്ഞത്? എന്റെ അയൽവാസികൾ ആരെങ്കിലും എനിക്കെതിരെ അങ്ങനെ ഒരു പരാതി കൊടുത്തേക്കോന്ന് വിളിച്ചിട്ടാ. നമുക്കൊരു പേടിയില്ലല്ലേ, നമുക്കൊരു ഭയവും ഇല്ല, നമുക്കൊരു പ്രശ്നവും ഇല്ല. എങ്ങനെ പോവാ നമ്മള് അവിടം വരെ? ഖബർ സന്ദർശിക്കുന്നവരെ ഇങ്ങനെ നമ്മളങ്ങ് പോകും. പോരാ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ നല്ല ആളല്ലേ എന്നാ, ഞാൻ നല്ല ആളല്ലേ? പറഞ്ഞു, നീ നല്ല ആളാന്ന് പറഞ്ഞ പറ്റൂല്ല. നീ നല്ല ആളാണെന്ന് സർട്ടിഫിക്കറ്റ് തരേണ്ടത് നിന്റെ അയൽവാസിയാ. നിന്റെ അയൽവാസിയോട് നീ പോയി ചോദിക്ക്, ഞാൻ നല്ലല്ലേ. അവൻ നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നീ നല്ലവനാ, അള്ളാഹ് എന്നെ അംഗീകരിക്കും. ഇല്ലേ പറ്റൂല എന്നാ. കണ്ടോ, ആരുടെ സർട്ടിഫിക്കറ്റാ ചോദിച്ചത്? അയൽവാസിയുടേതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതായിരിക്കണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാ, അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട്. എന്താ? അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു ജൂതനായിരുന്നു. ആ ജൂതൻ അയാളുടെ വീട് വിൽക്കാൻ പോയി. അയാളുടെ വീട് വിൽക്കാൻ ഉദ്ദേശിച്ച് വില ഇട്ടു. വന്നവരൊക്കെ പറഞ്ഞു, ഇത് ഒരുപാട് ഓവറാന്ന വന്നവർക്കൊക്കെ പരാതി. എന്താ? അപ്പൊ പറഞ്ഞു, ഇതെന്തെങ്ങനെ, ഇതെന്തിന് നിങ്ങൾ ഇത്ര വില ഇട്ടെന്ന് വെച്ചപ്പോൾ എന്റെ വീടിന്റെ വില 1 ലക്ഷം, ബാക്കി 9 ലക്ഷം എന്റെ അയൽവാസിക്കാ. ഞാൻ എന്റെ വീട് തരുമ്പോ എന്റെ അയൽവാസിനെ കൂടെ എനിക്ക് തരുന്നത്. അതുകൊണ്ട് 10 ലക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ലക്ഷം ആർക്കാ? അയൽവാസിക്ക്. 1 ലക്ഷം എന്റെ വീട്ടിന് എന്ന തോന്നില്ല വില പറഞ്ഞെന്ന. സുബ്ഹാനല്ലാഹ്, ആ മുൻഗാമികളായ അയൽവാസികൾ എത്ര നല്ലവരായിരുന്നു അല്ലേ? ഇതുപോലെ ഒരു അയൽവാസിയാവാൻ നമുക്കും കഴിയണം. അള്ളാഹു അതിന് തുണക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് കുടുംബ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. കുടുംബ ബന്ധം പുലർത്തി മാതാപിതാക്കളുമായി നല്ല ബന്ധം കാഴ്ചവെച്ച് അവരുടെ പ്രാർത്ഥനയാലും അവരുടെ തൃപ്തിയാലും സ്വർഗം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മാരക രോഗങ്ങൾ വന്ന് പ്രയാസം വന്ന് പലരും പല ആശുപത്രി കിടക്കയില്ല. സഹോദരങ്ങളെ, ഞാനിപ്പോ വന്നതും എൻ്റെ ഉമ്മയുടെ അടുത്തുനിന്ന് ആശുപത്രിയിൽ നിന്ന്, പ്രായമായിട്ടുണ്ട്, പ്രയാസത്തിലാണ്, ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കും, വേദന സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒക്കെ പ്രാർത്ഥനയിൽ എൻ്റെ ഉമ്മയും വരണം. നമ്മളെയൊക്കെ പെറ്റും പോറ്റിയും വളർത്തിയതിന്റെ കാരണത്താലാണ് അവരുടെ ശരീരം ക്ഷയിച്ചു പോയത്.
അവരുടെ ആരോഗ്യത്തിന് കേടുവന്നത്, അവരുടെ രോഗങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് കഴിയാവുന്നതിൽ അപ്പുറം അവരുടെ അടുത്ത സമീപത്ത് നിന്ന് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ചവരാക്കി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. അങ്ങനെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് നമ്മെ എല്ലാവരെയും നമ്മുടെ ജീവിതത്തിൽ സ്വത്തിലും സമ്പത്തിലും ശരീരത്തിലും മക്കളിലുമൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ഈ നോമ്പുകാരൻ എന്ന നിലയിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒറ്റ നോമ്പും നിസ്കരിച്ച നിസ്കാരവും ചൊല്ലിയ ദിക്റും ഓതിയ ഓത്തും ഒക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.